ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർക്കാണ്. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് വരുന്ന വഴിയാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വൈഫുണ്ട് കൂടെ. ഞാൻ അവളും കൂടി ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യും. ഞങ്ങളങ്ങനെ നേരെ തൃശ്ശൂർക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് കുണ്ടില്ലാത്ത വഴികളായ കാരണം നിറയെ കുണ്ടുള്ള വഴി കൂടെ വന്നു. അത് നമ്മുടെ പാണ്ഡവാസ് ട്രാവൽസാണ്. അതിലുള്ളത് നമ്മളറിയുന്ന ചേട്ടനാണ് കുട്ടേട്ടൻ. അങ്ങനെ കുട്ടേട്ടനെ കണ്ടു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കുറ്റൂര് ചാമക്കാട് റോഡിലേക്ക് തിരിഞ്ഞു. നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള എല്ലാവർക്കും ഒരു ഇതറിയാം. ഈ വഴി നേരെ നമ്മുടെ അമലയിലേക്ക് വന്ന് ഷോർട്ടാണ്. ശോഭ സിറ്റിയുടെ ബാക്ക് കൂടെ വരും. ബ്ലോക്ക് ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ ഇത് നമ്മുടെ അവിടുത്തെ ഒരു ചെറിയൊരു ചായക്കടയാണ്. അപ്പോൾ അടുത്ത് കൂടെ വരുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോകാൻ പോണത് MLA റോഡ് വഴിയാണ്. അവിടെ നിന്ന് നമ്മൾ കുറ്റൂരിൽ നിന്ന് MLA റോഡ് വഴിയാണ് തിരിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ വഴി നേരെ പൂങ്കുന്നത്തേക്കാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളത് നെയ്തിലക്കാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു നമ്മളിനി നേരെ MLA റോഡ് പാടത്തേക്ക് എത്തും. ഇവിടെ നിന്ന് ഒരു ആനേനെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങി MLA റോഡ് പാടത്തെത്തി. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ സായാഹ്ന നേരങ്ങളിൽ ഒരുവിധ ആൾക്കാരുണ്ടാവും. ചായ കുടിക്കാനും നടക്കാനും ഇതിനൊക്കെ ആയിട്ട് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മളുടെ പലർക്കും ഈ സ്പോട്ട് അറിയാം. ഈ മരം ഇപ്പോഴത്തെ കാറ്റിന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. കാറ്റ് ഊതിയപ്പോൾ മരത്തിന് പിടിച്ചേക്കാനായില്ല. അങ്ങനെ നമ്മൾ ആ വഴി വന്ന് നേരെ നമ്മുടെ പൂങ്കുന്നത്തേക്ക് തിരിഞ്ഞു. പൂങ്കുന്ന് അങ്ങനെ നമ്മൾ കടന്ന് MG റോഡ് വഴി നമ്മുടെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ അങ്ങനെ നേരെ തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് നെഹ്റു പാർക്കാണ്. ഇതാണ് നെഹ്റു പാർക്ക്. പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കാണാനുള്ളൊരു അടിപൊളി സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർ റൗണ്ട് കൂടി ഒരു റൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ ആശുപത്രി കാണാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വടക്കുന്നാഥൻ്റെ തന്നെ കാണാൻ പറ്റും. വടക്കുന്നാഥൻ എന്തൊക്കെ പറഞ്ഞാലും പോസിറ്റീവ് എനർജി തരുന്നൊരു സംഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ കയറി. അവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ കപ്പലണ്ടി വർക്കുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് കപ്പലണ്ടി വാങ്ങി നേരെ ഇവിടെയാണ് നമ്മുടെ ആലപ്പൂരം നടക്കുന്ന സ്ഥലം, കുടമാറ്റമൊക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെ വന്ന് ഇവിടെ പൂരത്തിൻ്റെ ഒന്നും വരാൻ പറ്റില്ല, കാരണം അത്രയും തിക്കും തിരക്കാവും. വെടിക്കെട്ടിൻ്റെ ഇടയിൽ പട്ടി പെട്ട പോലെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. ആ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രാവിന് കുറച്ച് കൊടുത്തു. അവരത് കയ്യിലൊക്കെ കയറി കഴിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി നല്ല രസമായിരുന്നു. യാത്ര എന്തായാലും എൻജോയ് ചെയ്തു. അങ്ങനെ വൈഫ് കൂടെയുള്ള കാരണം ഒരു ഐസ്ക്രീം മോൾക്ക് പറഞ്ഞു. എനിക്ക് തൊണ്ടവേദന ചെയ്യാൻ ഞാനത് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വീണ്ടും വണ്ടിയുമ്പോൾ കയറി. ഞങ്ങളങ്ങനെ നേരെ പോയി വഴി കൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ MLA റോഡ് വഴി വന്ന് നമ്മുടെ കുറ്റൂര് പാടത്തേക്ക് കയറി.